ഹായ് ഫ്രണ്ട്സ്, യാത്ര രജിസ്ട്രേഷൻ കൗണ്ടർ ഖത്ര. നമ്മളിന്ന് ഖത്രയിലെ വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഈ വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലേക്ക് ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ നടത്തി വേണം പോവാൻ. ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടർ 4 മണി മുതൽ വെളുപ്പിന് 4 മണി മുതൽ വൈകിട്ട് 10 മണി വരെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ രാവിലെ വന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ 9 മണിയായി ഇവിടെ എത്തിയപ്പോൾ. അതുകൊണ്ട് തിരക്ക് വളരെയധികം കുറവായിരുന്നു. എല്ലാവരും വെളുപ്പിനെ തന്നെ മല കയറിയിട്ടുണ്ടാവാം. ഞാനൊരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ രജിസ്ട്രേഷന് നല്ല തിരക്കായിരുന്നു. അന്ന് വെളുപ്പിന് തന്നെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അന്ന് തന്നെ മലയിറങ്ങുകയും ചെയ്തു. ഇവിടെ ആധാർ കൊടുത്ത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. ഇത് ഇങ്ങനെ ധാരാളം വളഞ്ഞ് ഒരു കമ്പി വേലിയൊക്കെ കൊടുത്ത് നല്ല അവിടെയൊക്കെ ഗ്രാനൈറ്റൊക്കെ പതിപ്പിച്ച് ഒത്തിരി വളഞ്ഞും തിരിഞ്ഞും പോകുന്ന തിരക്ക് വരാതിരിക്കാനുള്ള ഇതാണ് എൻ്റെ സുഹൃത്ത്. ഈ സുഹൃത്ത് അവിടെ ആധാറൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുകയാണ്. ഞാൻ പണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്താണ് കാരണം പെട്ടെന്ന് തന്നെ എനിക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ പറ്റി. അവിടെ നിന്ന് ഞങ്ങൾ ഇന്നലെ താമസിച്ച ഭവാനി ഇൻ്റർനാഷണലിലേക്ക് എത്തി. ഭവാനി ഇൻ്റർനാഷണലിൽ ഞങ്ങളെ ലഗേജുകളെല്ലാം തന്നെ അവിടെ കാറിൽ നിന്ന് അവിടെ എടുത്തു വെച്ചു. കാറിന് മുകളിൽ വെച്ച കെട്ടെല്ലാം അഴിച്ച് വെച്ചു. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം ഖത്രയിൽ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ വരുന്നവർ സൂക്ഷിക്കണം. ലഗേജുകളെല്ലാം തന്നെ അവർ വാന്തി പൊളിച്ച് കളയും. ഇതാണ് ഭവാനി ഇൻ്റർനാഷണൽ ഹോട്ടൽ. വലിയ കുഴപ്പമൊന്നുമില്ല. ഇൻ്റർനാഷണൽ എന്ന് പേര് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും കുഴപ്പമില്ല. നല്ല ഹോട്ടലാണ്. നല്ല റൂമൊക്കെ വൃത്തിയായിട്ടുള്ള ഹോട്ടലുകളാണ്. ഇവിടുത്തെ പണിക്കാരും നല്ല സൗഹൃദപരമായി പെരുമാറുന്നവരാണ്. ഇതാണ് അവരുടെ ഈ വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലെ ആ ശ്രീകോവിലിൽ വെച്ചിരിക്കുന്ന ആ 3 വിഗ്രഹങ്ങളുടെ ഒരു ഫോട്ടോ ആണ്. ഇതാണ് അവരുടെ റിസപ്ഷനായിട്ട് ഞങ്ങൾ സംസാരിച്ചു. എന്താണ് ഖത്രയിൽ വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലേക്ക് പോകേണ്ട സംഗതികളെല്ലാം പറ്റി ഡീറ്റെയിൽസായി അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു ഇവിടെ നിന്ന് കുറച്ച് മാറിയാൽ ഓട്ടോ കിട്ടും. ഓട്ടോ എടുത്ത് നമ്മൾ ഖത്രയിലേക്ക്, അതാണ് എൻ്റെ സുഹൃത്ത് ബാബുച്ചേട്ടൻ പറയുന്നത് തന്നെ, ഓട്ടോ എടുത്തിട്ട് വേണം ഇവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോകുന്ന ആ വഴി വരെ ഒത്തിരി ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോ എടുക്കാൻ തീരുമാനിച്ചു. ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും തിരക്കി മനസ്സിലാക്കി. ഇപ്പോൾ ഇവിടുന്ന് യാത്രയായാൽ തന്നെ വളരെ വൈകിയാണ് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. 13 കിലോമീറ്ററോളം ട്രെക്കിംഗ് ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ 10 കൊല്ലം മുമ്പ് ഇവിടെ വന്ന് ഈ ട്രെക്കിംഗ് നടത്തിയിട്ടുള്ളതാണ്. എനിക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാം. എന്നിരുന്നാലും 10 കൊല്ലം മുമ്പായിരുന്നു. ഇപ്പോൾ അതിൽ വ്യത്യാസമുണ്ടോ എല്ലാം മനസ്സിലാക്കി ഞങ്ങൾ ഓട്ടോയിൽ നേരെ ഖത്രയിലെ ഈ വൈഷ്ണവി ദേവി ക്ഷേത്രത്തിലേക്കുള്ള ആ എൻട്രൻസിലേക്ക് ഓട്ടോയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഓട്ടോ പാർക്കിംഗ് ആണ്. ഇവിടെ എല്ലാം ധാരാളം ഗൈഡുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഓട്ടോക്കാരൻ ചേട്ടൻ. അവിടേക്ക് ഗൈഡ് വേണമെന്നും അല്ലെങ്കിൽ നമുക്ക് കുതിരപ്പുറത്ത് പോകണോ അല്ലെങ്കിൽ നമ്മളെ ചുമന്നു കൊണ്ടുപോകുന്ന ഡോളി വേണോ എന്നെല്ലാം ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ നമ്മുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. വഴിനീളെ ഇങ്ങനെയുള്ള ചെറിയ ഏജൻറ്റുമാരൊക്കെ നമ്മളെ വന്ന് സമീപിക്കും. പരമാവധി അവർക്കൊന്നും പിടുത്തം കൊടുക്കാതെ നമ്മുടേതായ കാര്യങ്ങൾ നേരിട്ട് ഈ ആൾക്കാരുടെ അടുത്ത് തന്നെ മനസ്സിലാക്കി പോകുന്നതാണ് നല്ലത്. ഈ മലമുകളിലാണ് വൈഷ്ണോദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ നിന്ന് ക്യാമറയിൽ പകർത്തുന്നുണ്ട്. മൊബൈലിലെ ക്യാമറയിൽ പകർത്തി ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ നടക്കുകയാണ്. ഇവിടെ നിന്ന് പോണികളെടുത്താൽ നമുക്ക് 1000 തൊട്ട് 1200 രൂപ വരെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് എടുത്താൽ വരും. ഇതെല്ലാം തന്നെ ദേവിയുടെ ഫോട്ടോ പതിപ്പിച്ച അല്ലെങ്കിൽ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത കോയിൻ അങ്ങനെയുള്ള കച്ചവടം അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ധാരാളം പേര് നമ്മളൊപ്പം കൂടിയിട്ടുണ്ട്. ആ കാണുന്ന എൻട്രൻസിൽ വീണ്ടും നമ്മളെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. ഇതിലെവിടെ അങ്ങനെ ഞങ്ങളുടെ സുഹൃത്തിൻ്റെ അടുത്തൊക്കെ അവരത് വേണോ എന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ
യാത്ര തുടങ്ങുന്ന ആ വഴിയിലേക്ക് എത്തി. സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞെത്തി. ഇത് നല്ല വൃത്തിയോടുകൂടി പരിപാലിച്ചിരിക്കുന്നു. ഈ തീർത്ഥാടകർക്ക് സഞ്ചരിക്കുമ്പോൾ മഴയോ വെയിലോ മഞ്ഞൊന്നും കൊള്ളാതെ അവർക്കൊക്കെ മേൽക്കൂരയൊക്കെ പിടിപ്പിച്ച് നല്ല വൃത്തിയുള്ള പാതയോരങ്ങളാണ്. അത്യാവശ്യം തീർത്ഥാടകരെല്ലാം വെളുപ്പിനോ അല്ലെങ്കിൽ രാത്രിയോ പോയവരെല്ലാം തിരിച്ചു വരുന്നുണ്ട്. അങ്ങോട്ട് കുറവാണ്, ഇങ്ങോട്ടേക്ക് ധാരാളം പേര് തിരിച്ചു വരുന്നുണ്ട്. അവരെന്തെങ്കിലും രാത്രി പോയി രാവിലെ ഇങ്ങോട്ട് മലയിറങ്ങുന്നവരായിരിക്കാം. ഇവിടെയും ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയെല്ലാം ഇതുപോലെ ഈ ദണ്ടുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, വടികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന് 20 രൂപയാണ് പറയുന്നത്. അത് നമുക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ട്രെക്കിംഗ് നടത്തുമ്പോൾ അത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. നമ്മുടെ ഒരു മൂന്നാംകാൽ പോലെ നമുക്കത് വളരെ ഉപകാരപ്രദമാണ്. പല ട്രെക്കിങ്ങുകളിലും ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇവിടെ ഇങ്ങനെയുള്ള യാത്രകളിൽ ട്രെക്കിങ്ങിന് വരുമ്പോൾ അതും ആ 10 രൂപ അല്ലെങ്കിൽ 20 രൂപ നോക്കേണ്ടത് ആവശ്യമില്ല. അത് മേടിക്കുന്നതായിരിക്കും ഗുണം. ഇവിടെ ധാരാളം പോണികളെയെല്ലാം തന്നെ അവരെ സഞ്ചാരികളെ പ്രതീക്ഷിച്ച് അവരുടെ ആൾക്കാർ കെട്ടിയിട്ടിട്ടുണ്ട്. ഓരോരുത്തരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അവർ 1500 2000 പറയും. പക്ഷേ അവർക്ക് സീസണിൽ മാത്രമേ ഇങ്ങനെ ആൾക്കാരെ കിട്ടുകയുള്ളൂ. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് ഇല്ലാത്ത തരത്തിൽ വില പേശി നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. ഒത്തിരി വില പേശുന്നതും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവർ ഈ പോണികളെ വാടകയ്ക്ക് എടുത്ത് ഉപജീവനം നടത്തുന്നവരാണ് കൂടുതൽ പേരും. അങ്ങനെ ഞങ്ങൾ പോണികളെ എടുക്കണ്ട, നടന്നു തന്നെ പോവാമെന്ന് തീരുമാനിച്ച് മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെയൊക്കെ ധാരാളം വടികളെല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രീ മാതാ വൈഷ്ണവി ദേവി ക്ഷേത്രം ജമ്മു കാശ്മീരിലെ കത്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാകാളി, മഹാലക്ഷ്മി, അതുപോലെ മഹാസരസ്വതി എന്നിവരുടെ ഭാവങ്ങൾ വൈഷ്ണവി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇത് ത്രികൂട പർവ്വതത്തിലെ 5200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഈ അമ്പലത്തിനെ ഒരു ശക്തിപീഠമായി കണക്കാക്കുന്നു. 1986 ഓഗസ്റ്റ് മുതൽ ജമ്മു കാശ്മീരിലെ ഗവർണറാണ് ഈ അമ്പലത്തിൻ്റെ അധ്യക്ഷൻ. ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. വർഷം തോറും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ സന്ദർശിക്കുന്നത്. ചില വർഷങ്ങളിലെല്ലാം അത് 1 കോടിയെല്ലാം എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 5200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ത്രികൂട പർവ്വതത്തിലാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് ഖത്തറിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരം വരും ഇവിടേക്ക്. അതാണ് നമ്മൾ ട്രെക്ക് ചെയ്ത് നടന്നു പോകുന്നത്. വൈഷ്ണോദേവിയുടെ 3 പ്രതിരൂപങ്ങളായ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവരെ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നു. ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഒരേപോലെ പവിത്രമായി കരുതുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് വൈഷ്ണവി ദേവി ക്ഷേത്രം. ഇവിടെയെല്ലാം ഈ പോണികളെ കൊണ്ട് ചാണകമിട്ട് അതൊക്കെ അടിച്ചുവാരി അപ്പോൾ തന്നെ അടിച്ചുവാരി ഇതൊക്കെ ക്ലിയറാക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് പരിസരവും എല്ലാം തന്നെ നല്ല കൃത്യമായി പരിപാലിക്കുന്നുണ്ട്. ഇദ്ദേഹം ഞങ്ങളെ താഴ്ത്തു മുതൽ ഈ 3 പോണിക്കാർ ഞങ്ങളുടെ ഒപ്പം തന്നെ കൂടിയിരിക്കുന്നുണ്ട്. ഞങ്ങളിൽ ഒരാൾ ലേശം വയസ്സായ പോലെയുള്ള ഒരാൾക്ക് ചുറ്റുമാണ് കൂടിയേക്കണേ, ഏലിയാസേട്ടൻ്റെ ചുറ്റും. പക്ഷേ ആൾക്ക് മുടി മാത്രമേ നരച്ചിട്ടുള്ളൂ, ആരോഗ്യമുണ്ട് എന്ന് അവർക്കറിയില്ല. ലാസ്റ്റ് അദ്ദേഹം ചീത്ത പറഞ്ഞതനുസരിച്ചാണ് അവർ ഇത് തിരിച്ചു പോയത്. ഇതുപോലെയാണ് 4 പേർ ചുമന്നു കൊണ്ടുപോകുന്ന ഈ ഡോളി. ഇതിന് 5000 മുതൽ പറയാൻ തുടങ്ങും. നമുക്ക് ആവശ്യമനുസരിച്ച് അതും നമുക്കെടുക്കാം. അങ്ങനെ സ്വാമി വിവേകാനന്ദൻ പോലും നിരവധി സമയങ്ങളിൽ ഇവിടെ സന്ദർശിച്ചിരിക്കുന്നു. അതുപോലെ നിരവധി സന്യാസിമാർ ഈ ക്ഷേത്രം സന്ദർശിച്ചിരിക്കുന്നു എന്നെല്ലാം തന്നെ ഇവിടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിൽ വൻ വഴിപാടാണ് കൊല്ലം തോറും കാണിക്കുകയായും മറ്റും കിട്ടുന്നത്. 1850 കിലോ സ്വർണവും 4600 കിലോ വെള്ളിയും 2100 കോടി രൂപയും കിട്ടിയെന്നാണ് കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പോണിക്കാർക്ക് ആളെ കിട്ടാതെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ട് പലരും. അപ്പോൾ നമ്മൾ കുറച്ച് നടന്ന് ക്ഷീണിക്കുമ്പോൾ നമ്മൾ അവരെ വിളിക്കുമെന്നുള്ള ഒരു ധാരണയിലാണ് നമ്മുടെ പിന്നാലെ തന്നെ അവർ നടക്കുന്നത്. ഇതെല്ലാം തന്നെ ഇവിടെ നമുക്കൊക്കെ ഫോട്ടോഷൂട്ടിങ്ങിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ അമ്പലത്തിനുള്ളിലേക്ക് നമുക്ക് ക്യാമറയൊന്നും കടത്താൻ പറ്റാത്ത കാരണം ആ ശ്രീകോവിലിനുള്ളിലുള്ള പോലെയുള്ള സെറ്റൊക്കെ ഇട്ട് അതിലൊക്കെ നമ്മൾ
അവരിരുത്തി ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുന്നു. അതും തീർത്ഥാടകർ ധാരാളം ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാന ഉത്സവം നവരാത്രിയാണ്, മറ്റൊന്ന് ദീപാവലിയുമാണ്. ഇവിടം ഡിസംബർ മുതൽ ജനുവരിയുള്ള ആ ശൈത്യകാലത്ത് വൈഷ്ണവി ദേവി ക്ഷേത്രം മഞ്ഞു മൂടിയതായിരിക്കും. അതുപോലെ തന്നെ ബാൻഗംഗ നദിയുടെ ഒരു ഭാഗത്താണ് നമ്മൾ സാവധാനം ഈ മല മുകളിലേക്ക് യാത്ര ആരംഭിക്കുന്ന ഭാഗം തന്നെ. ബാൽഗംഗ നദി ചെനാബ് നദിയുടെ ഒരു പ്രധാന പോഷക നദിയും കൂടിയാണ്. ഈ നദി ഖത്രയിലൂടെ ഒഴുകുന്നു. ഇതിൻ്റെ ഉത്ഭവം ശിവാലിക് പർവ്വതനിരയുടെ ചെരുവിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയുള്ള സുഹൃത്തുക്കളെല്ലാം തന്നെ ഇവിടെ ഈ ചെണ്ട പോലെ ഇത് കൊട്ടി ഇതിലും ആൾക്കാർ 10 രൂപയും 20 രൂപയൊക്കെ കൊടുക്കുന്നുണ്ട്. അവരുടെ ഉപജീവന മാർഗം നടത്തുന്ന ഇതുപോലുള്ള ആൾക്കാരും ഇവിടെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എൻ്റെ സുഹൃത്ത് ക്ഷീണിച്ച് അതിലെ മല കയറി വരുന്നുണ്ട്. ആ സുഹൃത്തിനെയും അവർ പിടിച്ചു. അദ്ദേഹവും 10 രൂപ കൊടുത്തു. 10 രൂപയാണോ അറിയില്ല, മടിയിൽ നിന്ന് പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ഈ മലകയറ്റം തുടരുകയാണ്. പല ഭക്തരും വൈഷ്ണവദേവി ക്ഷേത്രം തീർത്ഥാടനത്തിന് മുമ്പ് ഈ ബാൽഗംഗയിൽ സ്നാനം ചെയ്തതിന് ശേഷം ഈ ത്രികൂട പർവ്വതത്തിലെ ഗുഹയിലേക്ക് പർവ്വതാരോഹണം നടത്തുന്നത്. ഖത്രയിൽ നിന്ന് 14 കിലോമീറ്റർ കഠിനമായ കാൽനട യാത്രയാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. ചുരുങ്ങിയത് ഒരു 8 മണിക്കൂർ സമയമെടുക്കും ഇവിടെ എത്താൻ. ഈ നമ്മൾ കണ്ട ആ ചെരിഞ്ഞ പ്രതലത്തിൽ നിന്ന് മാറി നമുക്കിതുപോലെയുള്ള സ്റ്റെപ്പുകൾ കയറി, ഇതൊരു ബൈപ്പാസാണ്, സ്റ്റെപ്പുകൾ കയറി എത്താം. പക്ഷേ ധാരാളം സ്റ്റെപ്പുകളുണ്ട്, നമുക്ക് കാലും മസിലൊക്കെ വേദനയെടുക്കും. മറ്റേതാണെങ്കിൽ ഇങ്ങനെ സാവധാനം കയറാം. ഞങ്ങളൊരു ഷോർട്ട് കട്ടിലേക്ക് ഇതിലൂടെ ഒന്ന് കയറി നോക്കിയതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നീട് ഞങ്ങളങ്ങനെ നടന്നില്ല. ഇവിടെയൊക്കെ നമുക്ക് ആ വഴി വളരെ ഉപകാരപ്രദമാവും. ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നവരും അതിലൂടെ വരുന്നുണ്ട്. ഇവിടെയും ധാരാളം പൂജാ സാധനങ്ങളും മറ്റും ഇവിടെയും കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഈ മുന്നിൽ പോകുന്ന ആ ചുമട് അവിടെ കുത്തിയിരിക്കുന്ന ചേട്ടൻ ഇത് ഇവിടേക്കുള്ള കച്ചവട സ്ഥാപനങ്ങളിലേക്കുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇതുപോലെ തല ചുമടായി മുകളിലേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ്. അവശനായി അവിടെ ഇരിക്കുന്ന ഒരു ഭാഗമാണ്. ഇതുപോലെ എൻ്റെ സുഹൃത്താണ് മുന്നിൽ വടിയും കുത്തി പോകുന്നത്. ഇവിടെയും ധാരാളം കച്ചവട സ്ഥാപനങ്ങളും ഭക്ഷണപദാർത്ഥങ്ങൾ വിൽക്കുന്ന കടകളും മാല, വള, എല്ലാ സാധനങ്ങളും വിൽക്കുന്ന പ്രദേശവും ഉണ്ട്. ഇവിടെയും ഒരു ബിസിനസ് ഏരിയയാണ് ഈ ഭാഗത്ത് എല്ലാം തന്നെ. ഇത് നമുക്ക് ഇവിടെ എത്തിയപ്പോൾ പരിചയപ്പെട്ട 2 പഞ്ചാബിൽ നിന്നുള്ള സുഹൃത്തുക്കളാണ്. അവർ നമ്മളോട് സംസാരിച്ചു. ഒരാളുടെ പേര് ഭവിഷ്, മറ്റാൾ ഭവ്യൻ എന്നിവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പഞ്ചാബിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവരുമായി സംസാരിച്ച് കുറച്ച് നേരം നിന്നതിന് ശേഷം പിന്നെയും യാത്ര തുടർന്നു. आपका घर भविष्य। हाँ भविष्य नाम यस। घर किधर है? पंजाब में। पंजाब में। हेलो हाय, आपका नाम? അവരുടെ അടുത്ത് ബായ് പറഞ്ഞ് വീണ്ടും അങ്ങനെ യാത്ര തുടരുകയാണ്. बाय बाय. നേരത്തെ നമ്മൾ കണ്ട ചേട്ടൻ, പാവൻ ചേട്ടൻ വീണ്ടും ആ തലച്ചുമടുമായി മെല്ലെ മെല്ലെ അങ്ങനെ കയറി പോകുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ വൈഷ്ണവി ദേവി ക്ഷേത്രം. ഈ യാത്രയിൽ ഇവിടെ തീർത്ഥാടനം നടത്തുന്ന ഭക്തർ ഓരോ ചുവടിലും ജയ് മാതാദി എന്ന് ഉരുവിട്ടുകൊണ്ടാണ് ഈ മല കയറുന്നത്. ഈ ക്ഷേത്രം വർഷം മുഴുവനും തീർത്ഥാടനത്തിനായി ഭക്തരെ സ്വാഗതം ചെയ്തു തുറന്നിരിക്കുന്നൊരു
അമ്പലം കൂടിയാണ്. ഇത് നമ്മൾ നടന്ന് ക്ഷീണിച്ചു വരുന്നവർക്ക് ബോഡി മസാജ്, അതുപോലെ തന്നെ കൈകാലുകൾ മസാജ് ചെയ്യുന്ന ഒരു കസേരയാണ്. ഇതിനെല്ലാം തന്നെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് മണിക്കൂറിന് ഇവിടെ എഴുതി വെച്ചേക്കണം 30 രൂപ എഴുതി വെച്ചിട്ടുണ്ട്, ചിലയിടത്ത് 100 രൂപ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലും ഇതും തന്നെ നടത്തുന്ന സ്ഥാപനങ്ങൾ ധാരാളം ഇവിടെ വഴിയിലെല്ലാം തന്നെ കാണാം. ഒരാൾ അതിലെ പൊടികളെല്ലാം തന്നെ രാവിലെ ആയ കാരണം അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇവിടെ അമ്പലത്തിൽ രാവിലെ 6 മണി മുതൽ 8 മണി വരെ ക്ഷേത്രത്തിൽ ആരതി നടത്തുന്നു. പിന്നീട് 1 മണിക്കും പിന്നീട് രാത്രി 8 മണിക്കും ഇതുപോലെ ആരതി ഉണ്ടാകും. ആ സമയം മാത്രം കുറച്ച് നേരം നട അടച്ചിടും. നമ്മളെല്ലാം വരിയിൽ നിൽക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ധാരാളം കുരങ്ങന്മാരുടെ ശല്യമുണ്ട് എന്ന് പറയുന്നതാണ്. ഇവിടെയും ധാരാളം കുരങ്ങന്മാരുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം ഒരു തട്ടിപ്പറിച്ചു പോകും. അതുകൊണ്ട് യാത്രയിലും നമ്മളിവിടെ കുരങ്ങന്മാരെ പറ്റി ശ്രദ്ധിക്കണം. നല്ല ഭംഗിയെല്ലാമുള്ള കുരങ്ങന്മാരാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ വീണ്ടും സ്റ്റെപ്പ് കയറി നിരപ്പായ സ്ഥലത്തേക്ക് എത്തി. ഇനി നിരപ്പായ സ്ഥലത്തെ കൂടെ മാത്രമേ പോകുന്നുള്ളൂ എന്നും തീരുമാനിച്ചു. ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ ഖത്രയിൽ റെയിൽവേ സ്റ്റേഷൻ തന്നെയുണ്ട്. ഇന്ത്യയുടെ നാനാഭാഗത്തുനിന്നും ഇവിടേക്ക് ട്രെയിൻ സർവീസ് ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. ഈ ക്ഷേത്രത്തിൽ മാതാ വൈഷ്ണവി ദേവി ഗുഹയിൽ ദേവിയുടെ 5.5 അടി ഉയരമുള്ള ഒരു പാറയുടെ രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ ഒന്നും അനുവദിക്കില്ല. കനത്ത സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനകത്തേക്ക് കടത്തിവിടുക. മാതാ വൈഷ്ണവി ദേവി ക്ഷേത്രം സന്ദർശിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വിശദീകരിച്ച് പോകാം. ഇവിടെ നിന്ന് ഈ മലയടിവാരത്തിലേക്കുള്ള കാഴ്ചകളാണ്. നല്ല ഭംഗിയുള്ള മലയടിവാരങ്ങളാണ്. ഒരു വലിയ കാടിന് നടുവിലൂടെയാണ് നമ്മളുടെ ഈ കാനന പാത എന്ന് പറയാം. ഈ ക്ഷേത്രം സന്ദർശിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലൊന്ന് 13 കിലോമീറ്റർ ട്രെക്കിംഗ് ഉണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ. നടക്കാൻ കഴിയാത്തവർക്കും കുതിരകളെയും മനുഷ്യർ ചുമക്കുന്ന ഡോളിയും കിട്ടും. ഖത്രയിലെ ബസ് സ്റ്റേഷന് സമീപമുള്ള യാത്രാ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്ന് നേരത്തെ കണ്ട പോലെയുള്ള ആ കൗണ്ടറിൽ നിന്ന് യാത്രാ സ്ലിപ്പ് വാങ്ങേണ്ടതാണ്. ഈ സ്ലിപ്പില്ലാതെ ക്ഷേത്ര സന്ദർശനം അനുവദിക്കില്ല. ആധാർ പോലുള്ള രേഖകൾ നമ്മുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇവിടെ പോർട്ടർമാർ, പല്ലക്ക് ചുമക്കുന്നവർ, പൂണികൾ എടുക്കുന്നവർ എന്നിവരുമായി വില പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം മാത്രം അവരെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ ബാറ്ററി വാഹനങ്ങളും നമുക്ക് കിട്ടും. ഈ നടന്ന് ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞാലാണ് പിന്നെ കിട്ടുക. ഇത് ഇവിടെ മരുന്നെല്ലാം ശേഖരിച്ച്, ഈ കാടുകളിൽ നിന്ന് മരുന്നെല്ലാം ശേഖരിച്ച് പോകുന്ന വനിതകളാണ്. അവർ ഈ മരുന്ന് കെട്ടുകൾ ഒരു പ്രത്യേക രീതിയിൽ തലയിൽ ഭാരവും കൊടുത്ത് ബാക്കി പുറത്ത് ചുമന്നു കൊണ്ടുപോകുന്ന ഒരു നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലെല്ലാം കാണുന്ന പോലെയുള്ള ഒരു രീതിയിലാണ് ഈ കെട്ട് ചുമന്നു കൊണ്ടുപോകുന്നത്. അതും ഈ യാത്രയിൽ കണ്ട ഒരു പ്രത്യേക കാഴ്ചയാണ്. ഇവിടെ ബാറ്ററി വാഹനങ്ങൾ അവസാനം 6 കിലോമീറ്ററാണ് നമുക്ക് കിട്ടുകയുള്ളൂ. അത് അർദ്ധകുബാരിയിൽ നിന്ന് ഭവൻ വരെ നമുക്കിതിൽ സഞ്ചരിക്കാം. 450 രൂപയാണ് ഇതിന് ചാർജ് ഈടാക്കുന്നത്. അങ്ങനെ എൻ്റെ സുഹൃത്ത് ഇവിടെ ഇരിപ്പായി. അപ്പോൾ ഞങ്ങൾ ക്ഷീണിച്ച് പല സ്ഥലത്തും ഇരുന്നൊക്കെയാണ് ഈ യാത്ര തുടരുന്നത്. ഇവിടെ അടുത്ത് സന്ദർശിക്കേണ്ടത്, ഈ മലമുകളിലെത്തിയാൽ അവിടുന്ന് ബൈറോൺ മന്ദിറുണ്ട്. ഇവിടേക്ക് വൈഷ്ണവദേവ് ക്ഷേത്രത്തിൽ നിന്നും റോപ്പ് വേ ഉണ്ട്, അതിൽ സഞ്ചരിക്കാം. നമ്മൾ ഇനിയും പിന്നിടേണ്ടതായ വഴികളാണ് ഈ കാണുന്നത്. ഈ ദൂരം അത്രയും പോയി അവിടെ അങ്ങകലെ പൊട്ടുപോലെ കാണുന്ന ആ വൈറ്റ് ബിൽഡിങ്ങുകളാണ് നമുക്ക് എത്തേണ്ട സ്ഥലം. അതുപോലെ തന്നെ ചരണപാതുകം, ബാൽഗംഗ, ഗീതാ മന്ദിർ, രഘുനാഥ ക്ഷേത്രം എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളും നമുക്ക് സന്ദർശിക്കാം സമയമനുസരിച്ച്. ഇവിടേക്ക് ഹെലികോപ്റ്റർ സർവീസ് ഖത്രയിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടും. അത് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്നെല്ലാം തന്നെ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. ഹെലികോപ്റ്ററിൽ ഇറങ്ങിയാൽ പിന്നെ 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് നടക്കാനുള്ള ഭാഗം. ഇതാണ് ഈ ഇലക്ട്രിക് വാഹനം. ഇതിൻ്റെ വിശ്വാസത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ അമ്പലത്തിൻ്റെ പ്രാധാന്യം, ദാനത്തിലിരിക്കെ മാതാ വൈഷ്ണവ ദേവി ഭൈരവനാഥൻ എന്ന അസുരനെ നേരിട്ടു എന്നും
ഒരു ഘോരമായ യുദ്ധത്തിന് ശേഷം ദേവി ഭൈരവൻ്റെ തല വെട്ടിമാറ്റിയെന്നും ആ തല തെറിച്ച് വീണ സ്ഥലമാണ് ഇന്ന് ഈ അസുരൻ്റെ ഒരു അമ്പലം ഭൈരവനാഥ ക്ഷേത്രമായി അറിയപ്പെടുന്നത് എന്നും പറയുന്നു. അതുപോലെ തന്നെ മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് അർജുനൻ ദേവിയുടെ അനുഗ്രഹം തേടി ഇവിടെ എത്തിയെന്നും വിശ്വസിച്ചു പോരുന്നു. ഇവിടെ താമസ സൗകര്യങ്ങൾ ധാരാളമുണ്ട്. ഖത്രയിൽ ധാരാളം ബജറ്റ് ഹോട്ടലുകൾ മുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ വരെ ലഭ്യമായ ഒരു പ്രദേശം കൂടിയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ അമ്പലത്തിൻ്റെ ആ ടൗൺഷിപ്പ്. അവിടേക്ക് നമുക്ക് കുറച്ചും കൂടി ഇനിയുള്ളൂ ദൂരം നടക്കാൻ. അതുപോലെ ക്ഷേത്ര പരിസരത്തും ഗസ്റ്റ് ഹൗസുകളുണ്ട്, യോഗ കേന്ദ്രങ്ങളുണ്ട്, ഡോർമെറ്ററി കിട്ടും. അതെല്ലാം തന്നെ ഇവിടെ ലഭിക്കുന്നതാണ്. ഈ ഹോട്ടലുകളെല്ലാം സീസൺ സമയത്ത് ഓൺലൈൻ ബുക്കിംഗ് ആയിരിക്കും വളരെ നല്ലത്. മുൻകൂട്ടി താമസ സൗകര്യം ബുക്ക് ചെയ്യാം. ക്ഷേത്രത്തിലെ പ്രസാദം, ക്ഷേത്രത്തിൽ ചോള പൂരി പ്രസാദമാണ് ലഭ്യമായി കിട്ടുന്നത്. അതുപോലെ യാത്രയിൽ പാതയിൽ ഉടനീളവും ഭക്ഷണം നമുക്ക് ലഭ്യമാണ്. അതൊന്നും നമ്മൾ കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. അതുപോലെ ഖത്രയിലും അതുപോലെ ക്ഷേത്രത്തിലും ലങ്കർ, അതായത് അന്നദാന കൗണ്ടറുകളെല്ലാം ധാരാളമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. കാരണം ഈ തീർത്ഥാടന പാത മലനിരകളിലൂടെ ആയത് കാരണം സുരക്ഷാ പരിശോധന 2-3 തലങ്ങളിൽ സുരക്ഷാ പരിശോധന CRPFൻ്റെ ഉണ്ട്. അപ്പോൾ നമ്മളിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ നമ്മൾ കൊണ്ടുപോകുന്നത് ശ്രദ്ധിച്ചു വേണം. അതുപോലെ തന്നെ ഇവിടെ ഈ സന്ദർശനം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്ത പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിക്കാൻ പറ്റുന്ന ചില സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ശിവഹോറി, അതുപോലെ ശിവഭഗവാന്റെ ഒരു ഗുഹാക്ഷേത്രമാണ്. ഞാനത് കഴിഞ്ഞ തവണ വന്നപ്പോൾ പോയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബാലേശ്വർ ക്ഷേത്രം, രഘുനാഥ് ക്ഷേത്രം, അത് ജമ്മുവിലാണ്. ഇതെല്ലാം ഇവിടെ കാണാം. പിന്നെയുണ്ട് അമർനാഥ് ക്ഷേത്രം. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. അതും നമ്മൾ പോകേണ്ടതായിട്ടുള്ള ഒരു സ്ഥലമാണ് അമർനാഥ് തീർത്ഥയാത്ര. ഇതാണ് ഈ അമ്പലത്തിൻ്റെ രാത്രികാല ദൃശ്യം. ഞങ്ങൾ തിരിക്കാനുള്ള പരിപാടിയിലാണ്. രാത്രിയായി ഇവിടെ എത്തിയപ്പോൾ വളരെ മനോഹരമായി ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതും കണ്ട് ഞങ്ങൾ തിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ്, ഈ റിയാസി ജില്ലയിൽ തന്നെയാണ്, ഇവിടെ 56 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചെനാബ് നദിക്ക് മുകളിലുള്ള ലോകാത്ഭുതമായ 359 മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ചെനാബ്, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ചെനാബ് റെയിൽവേ പാലവും നമുക്ക് കണ്ട് ഇവിടെ നിന്ന് പിന്നെ കാശ്മീരിലേക്കൊക്കെ സഞ്ചരിക്കാം.